പ്ലീസ്. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഷീറ്റ്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? എവിടെ മാർക്കെന്ന് പറഞ്ഞാൽ 7 മാർക്ക്. ഏതാ? 7 മാർക്ക്. ഇപ്പൊ ശരിയാക്കില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്താൽ മതി, വേറെ ഒന്നും പറയണ്ട. കാൽക്കുലേറ്റർ കോസ്റ്റ് ഷീറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ തന്ന ഇൻഫർമേഷൻ ഏതാണ്? കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് പറയാം. എന്താ? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂമർ. മെറ്റീരിയൽ കൺസ്യൂമർ ആണെങ്കിൽ പറയും ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കണ്ടെങ്കിൽ പറയണം. ഇതാ ഇവിടെ 60,000. ടൈപ്പ് ചെയ്യാനുണ്ട് എല്ലാവരും. ടൈപ്പ് ചെയ്തവർക്ക് വണ്ടിയാണ്. പർച്ചേസ് 22 ലക്ഷം ആഡ് ചെയ്യാം. മൈനസ് ക്ലോസിംഗ് 80,000. എത്ര വരും? 21,80,000. കറക്റ്റ്. അടുത്തത് ഡയറക്റ്റ് ലേബർ 13 ലക്ഷം ആഡ് ചെയ്തു. അപ്പൊ എത്ര വരും? 34,80,000. വന്നില്ല, എല്ലാവർക്കും വന്നില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിനോട് എന്താ ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താ പറഞ്ഞുള്ളത്? ലാസ്റ്റ് ഉണ്ടാകും നമുക്ക് ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 60% ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അപ്പൊ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്ര ഉള്ളത്? ഇവിടെ ഉണ്ട് വേണമെങ്കിൽ 13 ലക്ഷം ഉണ്ട്. 13 ലക്ഷത്തിന്റെ 60%. ഓക്കെ, 7,80,000. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഉണ്ട് കേട്ടോ, പ്രൈം കോസ്റ്റ് കൂടെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ? 34,80,000. അതിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ലെസ്സും ചെയ്തിട്ട് എത്ര കിട്ടുന്നു? പ്രൈം കോസ്റ്റിന്റെ കൂടെ ഏതൊക്കെ ചോദിക്കുന്ന ആരടാ? എന്ത് ചോദ്യം അതൊക്കെ? കിട്ടിയില്ല ഒരു എമൗണ്ട് ഇവിടെ കാണാനില്ല. ഓക്കെ, കിട്ടി. യെസ്, അതിന്റെ പേരെന്താ? വർക്ക് കോസ്റ്റ് അല്ലേ? വർക്ക് കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്താ പറയുന്നത്? സെയിൽസിന്റെ 5%. സെയിൽസ് എത്രയാണെന്നുള്ളത് മുകളിൽ വന്നിട്ട് 55 ലക്ഷത്തിന് 5% എത്ര വരും? 2,70,000. അത് നേരത്തെ എമൗണ്ടിന്റെ കൂടെ കൂട്ടും. ഓക്കെ, ഇനി ഏതാണ് കോസ്റ്റ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, ആഡ് ചെയ്തു 1,40,000. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട് 1,60,000. ഇപ്പൊ കിട്ടുന്നതിന്റെ പേരെന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ ആഡ് ചെയ്യണം? സെല്ലിംഗ് 10% ഓഫ് സെയിൽസ് ആണ്. സിമ്പിൾ ആണ്. 55 ലക്ഷത്തിന്റെ 10% പറഞ്ഞാൽ 5,50,000. അവിടെ ആഡ് ചെയ്താൽ മതി. 5,50,000 ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 50,20,000. കറക്റ്റ്. ഇനി ഒന്നും പറയല്ല. സെയിൽസ് 55 ലക്ഷമാണ്, ഡിഫറൻസ് ഉണ്ട്. എന്ത് കിട്ടും? പ്രോഫിറ്റ്. അയ്യോ എന്നപ്പാ ഇത്. ഓക്കെ അല്ലേ? അടുത്തതാ വാരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ അടുത്ത ചോദ്യം ഏതാണ്? ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. പിന്നെ ഏതാണ്? നോർമൽ കപ്പാസിറ്റിയും പറയാം. അപ്പോൾ ഇതെങ്ങനെ വന്ന് ഇതിനടിയിൽ ഇങ്ങനെ ബാക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. പ്രൊവൈഡിങ് വെറുതെ വായിച്ചു നോക്കില്ല. പ്രൊവൈഡിങ് ഏതാണ്? സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഇൻ മാനുഫാക്ചറിംഗ് ദ പ്രോസസ് ഓർ. ഓക്കെ, സിമ്പിൾ ഇത്രേ ഉള്ളൂ. പ്രൊവൈഡിങ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്. സിമ്പിൾ. അടുത്ത് ഇന്റഗ്രേറ്റിംഗ്, ഹാർമോണൈസിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസ് ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ്. കോസ്റ്റ് അക്കൗണ്ടിങ്സിയുടെ ഒരു നെഗറ്റീവ് എന്താ പറയുക? ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഫോർമാറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിലില്ല എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് 24 ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. CS കൊണ്ടുവന്നത്. എന്നാലും സ്റ്റിൽ അവിടെ എന്തുണ്ടാവും? ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ലിമിറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. തോന്നിയ പോലെ എന്ത് ചെയ്യരുത്? നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഓവർ ടൈം ഓരോരുത്തർക്ക് തോന്നിയ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം CS 7 പ്രകാരം ഓവർ ടൈം ട്രീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളൊരു 4 പോയിന്റ് എഴുതിയില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ പല ട്രീറ്റ്മെന്റ് തന്നെയാണ്. പാക്കിംഗ് ചാർജുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? പാക്കിംഗ് മെറ്റീരിയൽ ഏതാണ്? CS. പാക്കിംഗ് മെറ്റീരിയലിന് വല്ല CS ഉണ്ടാവും. മുത്തുമണികളെ ഏതാ? അപ്പൊ അതിലതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ഓരോന്നിനും ഓരോ നിയമം പറയുന്നതാണ് CS. പിന്നെ പ്രൊവൈഡ് ഗൈഡൻസ് ടു യൂസർ ടു അച്ചീവ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും പറയുന്ന 2 വാക്ക് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. എഴുതിയാൽ തന്നെ 4 മാർക്ക് കിട്ടും. ഇതിനടുത്ത് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി സർവീസ്. ഇതുകൊണ്ട് അതല്ലേ ഗുണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തോ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? CIS സപ്പോർട്ട് നൽകുന്നത്.
പിന്നെ എനാബിൾ ദ പ്രാക്ടീസിങ് മെമ്പേഴ്സ് ഇല്ലേ, ഇൻ അറ്റസ്റ്റേഷൻ ജനറൽ പർപ്പസ് ഓഫ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറ്റസ്റ്റേഷൻ ഒക്കെ, അത് എന്തെങ്കിലും തരത്തിൽ ഈ പ്രാക്ടീസിങ് നമുക്ക് ഡൗട്ട് വരുമ്പോൾ റെഫർ ചെയ്യാനുള്ള സാധനമാണ് എന്ത്, CS. സിമ്പിളായിട്ട് പറയാം. ഗവൺമെന്റ് ബോഡി, റെഗുലേഷൻ, റിസർച്ച് ഏജൻസി, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്ത അതിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2. ഏതാ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ, മാക്സിമം കപ്പാസിറ്റി തന്നെയാണ്. ഏതാ, മാക്സിമം കപ്പാസിറ്റി. ഈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാൾഡ്, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പറയുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷം എന്തുണ്ടാക്കാൻ പറ്റും, എന്താ പറയുക, ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാക്കാൻ പറ്റും ഒരു കമ്പനിക്ക്. അതെങ്ങനെ ആ 5 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ കപ്പാസിറ്റി, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഫെസിലിറ്റി, ടെക്നിക്കൽ ഇവാലുവേഷൻ, കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ്റർ റിലേറ്റഡ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ട്, ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ 5 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ 5 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാനുള്ള എന്തില്ല, ലേബേഴ്സ് നമ്മുടെ അടുത്തില്ല. നമ്മുടെ അടുത്ത് എത്ര ലേബറുള്ളൂ, 3 ലാക്ക്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 5 ആണോ 3 ആണോ, 3. അതിൽ ലിമിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ കീ ഫാക്ടർ എന്ന് പറഞ്ഞതില്ലേ, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുക. കൺസ്ട്രെയിൻ നേരത്തെ പറഞ്ഞാണ്, ഇപ്പോൾ ലേബർ ഒരു കൺസ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ എന്താണ്, റോ മെറ്റീരിയൽ. ഞാൻ അടുത്തൊരു വേണം 3 ലാക്ക് ലേബറൊക്കെ വെച്ചിട്ട് നമുക്ക് 3 ലാക്ക് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാക്കാം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, 2 ലക്ഷം ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാക്കാനുള്ള എന്തേ ഉള്ളൂ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വീണ്ടും എത്രയായി, 2 ലാക്ക്. പിന്നെ ഷിഫ്റ്റ് ഓർ മെഷീൻ ഹവർ ഓർ മാൻ ഹവർ, ഷിഫ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണെന്ന് വിചാരിക്കാം, 2 ലക്ഷം. ഇനി ഇൻസ്റ്റാൾഡ് 2 ആണെങ്കിലും നോർമൽ കപ്പാസിറ്റി ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞെന്താ, ഡിറ്റർമിൻ ദ, നമുക്ക് ഓർമ്മയില്ല ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമ്മൾ കണ്ടത് എന്താ, 2026 എന്തോ എടോ ഒരു 365 ദിവസം വർക്കിയിൽ 8 മണിക്കൂർ വെച്ചിട്ട് എത്ര പേരൊക്കെ 365 അങ്ങനെയാണ് 2920. ഇതാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. പക്ഷെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ നോർമലി നമുക്ക് അച്ചീവബിൾ ആയത് അതാണോ, അല്ല. നമ്മൾ ഹോളിഡേ, നോർമൽ ഷട്ട് ഡൗൺ, നോർമൽ ഐഡിൽ ടൈം, നോർമൽ ലോസ് ഇൻ ബാച്ച് ചേഞ്ച് ഓവർ, ഷിഫ്റ്റ് മാറ്റുമ്പോൾ മെഷീൻ ഹവർ, മാൻ ഹവർ പ്രശ്നങ്ങൾ, പിന്നെ ടൈം ലോസ് ടു ഷെഡ്യൂളിംഗ്, പ്രിവെൻഷൻ ഓഫ് പ്ലാനിങ്, മെയിൻ്റനൻസിന് വേണ്ടി 77 പറഞ്ഞില്ലേ, അതൊക്കെ കുറച്ച് കൺസിഡർ ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ് ഇത് നോർമൽ കപ്പാസിറ്റി. ഇനി അടുത്ത ദിവസം ഏതാ, 1-2 കൂടി പറയാൻ പറ്റുമോ നോക്കാം. 3A ഉണ്ട്, 3B ഉണ്ട്, വേറെ ആക്കാം. 3B അറിയോ, നോക്കൂ. 3B അറിയോ വെച്ച് എൻ്റെ മുഖത്ത് നോക്കിയിരിക്കും, നോക്കടാ. ഓർമ്മ ഉണ്ടാ, ഇന്നലെ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. സെയിം ആണോ നോക്കേണ്ടി വരും. ആണോ, സെയിം അല്ല. ജോബ് കംപ്ലീറ്റഡ് യൂണിറ്റ് 10,000 സെയിമാ, സത്യം. സന്തോഷമായി. നമുക്ക് നോക്കാം, അടുത്ത വീഡിയോയിലാക്കാം. ഇത് കഴിഞ്ഞു.